ओम शांति। प्रभात मुरली 19-3-22। मीठे बच्चे, बाप आए हैं तुम्हें इस दुख के लोग से निकाल सुख के धाम में ले जाने। धाम पवित्र स्थान को कहा जाता है। ഇന്ന് ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുന്നത് നിങ്ങളെ ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്ന് മാറ്റി സുഖത്തിന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണ്. പവിത്രമായ സ്ഥാനത്തെയാണ് ധാമം എന്ന് വിളിക്കുന്നത്. ബാബ പറയാണ്, ബാബ വന്നിരിക്കുന്നത് നമ്മളെ ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്ന് മാറ്റിയിട്ട് സുഖത്തിന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പൊ പവിത്രമായ സ്ഥാനത്തെയാണ് ധാമം, സുഖധാമം, ശാന്തിധാമം എന്നെല്ലാം പറയും. ചോദ്യം ഇതാണ്, ഏക് ബേഹദ് കാ ഖേൽ കിൻ ദോ ശബ്ദോം കെ ആധാർ പർ ബനാ ഹുവാ. ഈ പരിധിയില്ലാത്ത കളി ഏത് രണ്ട് വാക്കുകളുടെ ആധാരത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കും? അതിൽ എപ്പോഴും നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? പരിധിയില്ലാത്തൊരു കളി. കോടാനുകോടി നക്ഷത്രങ്ങളുടെ ഇടയിൽ കോടാനുകോടി ആത്മാക്കള് ഒരു കളി നടക്കാം. പണ്ട് വസൂരിയൊക്കെ വരുമ്പോ എന്താ, വസൂരി എന്ന് വെച്ചാൽ നല്ല രോഗമൊന്നുമല്ല അല്ലെ, ഒക്കെ ചീഞ്ഞ് വഴുത്ത് വേദനിച്ച് കുറെ എണ്ണങ്ങൾ ചാവും. അപ്പൊ എന്താ പറഞ്ഞിരുന്നത്? എല്ലാം അമ്മയുടെ തിരുവിളയാടലാണ്. അപ്പൊ ദുഃഖമായിട്ടല്ല എടുക്കുന്നത്, അമ്മയുടെ തിരുവിളയാട്ടമാണ് അല്ലെ. ആത്മോപദേശ ശതകത്തിലും പറയാണ്, തിരുവിളയാടലിൽ നിന്ന് അറിഞ്ഞിടയാണ്. ഇതെല്ലാം ഒരു തിരുവിളയാട്ടമാണ്. തിരു എന്ന് വെച്ചാൽ അതിൽ പവിത്രതയുണ്ട്, അല്ലെങ്കിൽ ദിവ്യതയുണ്ട്. തിരുമേനി എന്ന് പറയാറുണ്ട്. നമുക്കൊക്കെ സാധാരണ ശരീരമാണെങ്കിൽ നമ്പൂതിരിമാരുടെ ശരീരത്തിൽ എന്താ പറയുന്നത്? തിരുമേനി. വലിയ വലിയ മാർപ്പാപ്പന്മാർ അല്ലെങ്കിൽ കർദിനാൾമാരെ തിരുമേനി എന്ന് വിളിക്കും. മുഹമ്മദിന് തിരുമേനി എന്ന്. അപ്പൊ തിരുവിളയാടം എന്ന് വെച്ചാൽ ദിവ്യതയുള്ള ഒരു ആട്ടമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ബാബ പറയാണ്, ഈ ലോകത്ത് മുഴുവൻ നടക്കുന്നത് ഒരു കളിയാണ്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാലും നമ്മളത് മനസ്സിലാക്കിക്കൊള്ളണം. വസൂരി ആണെങ്കിലും അപകടമാണെങ്കിലും എന്ത് തന്നെ സംഭവിച്ചാലും അതെല്ലാം ഒരു കളിയാണ്. അപ്പൊ ഈ കളിയിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ബാബ പറയുന്നു, രണ്ട് വാക്കുകളുടെ ആധാരത്തിലാണ് ഈ കളി നടക്കുന്നത്. ആ വാക്കുകൾ ഏതാണ്? ഒന്ന്, ഉത്തരം വർഷ ഔർ ശാപ്. സ്വത്ത്, ശാപം. ഇതിൽ സ്വത്തും ശാപം. ബാബ സുഖ കാ വർഷ ദേത്തെ, രാവൺ ദുഃഖ കാ ശാപ് ദേത്താ, യഹ് ബേഹദ് കി ബാത്. അച്ഛൻ സുഖത്തിന്റെ സ്വത്ത് നൽകും, രാവണൻ ദുഃഖത്തിന്റെ ശാപം നൽകും. ഇത് പരിധി ഇല്ലാത്ത കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുറെ പേർക്കൊക്കെ കുറെ സുഖമൊക്കെ ഉണ്ടാവും, ചിലർക്ക് ചില ശാപങ്ങളൊക്കെ ഉണ്ടാവും. ഋഷി ശപിച്ചു, അവര് ശപിച്ചു, ഇവര് ശപിച്ചു എന്നൊക്കെ പറയും. അവർ ഇത് അങ്ങനെയുള്ള കാര്യമല്ല, പരിധി ഇല്ലാത്ത കാര്യമാണ്. സൃഷ്ടിക്ക് മുഴുവൻ ശാപമേക്കും, അത് രാവണൻ നൽകുന്നതാണ്. സൃഷ്ടിക്ക് മുഴുവൻ സുഖം നൽകും, അത് ഈശ്വരൻ നൽകുന്നതാണ്. ദേവി ദേവതാ ധർമ്മ വാലെ ബാപ്പസെ വർഷ ലേത്തെ. ദേവി ദേവതാ ധർമ്മത്തിൽപ്പെട്ടവര് അച്ഛനിൽ നിന്നും സ്വത്ത് എടുക്കും. ആധാ കൽപ്പക്കെ ബാദ് ഫിർ രാവൺ ശാപ് ദേത്താ. അരകൽപ്പത്തിന് ശേഷം രാവണൻ ശാപം നൽകും. തും ബച്ചോं को अब स्मृति आई कि हम निराकारी दुनिया में रहते थे, फिर सुख का पाठ बजाया. കുട്ടികൾക്ക് ഇപ്പോൾ സ്മൃതി ലഭിച്ചു, അതായത് ബാബ നമുക്ക് ജ്ഞാനം നൽകി. നമ്മളെല്ലാവരും നിരാകാര ലോകത്തിലായിരുന്നു. അവിടെ ശാപമില്ല, സ്വത്തുമില്ല, കർമ്മമില്ല, കർമ്മഫലമില്ല, സുഖമില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. അവിടെ ആയിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ വന്നപ്പോഴെന്താണ്? നമുക്ക് ആ നിരാകാര ബോധം, ആത്മബോധം ഉള്ളത് കൊണ്ട് നമുക്ക് ദുഃഖമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് സുഖത്തിന്റെ പാട്ട് അഭിനയിച്ചു. ഹംസോ ദേവത, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ബനെ, അപ്പൊ ബ്രാഹ്മൺ ബൻ, ദേവത ബൻ. അങ്ങനെ നമ്മൾ പൂർണ്ണമായും ആത്മബോധത്തിലിരുന്ന സമയമാണ് ദേവത. അത് കുറച്ച് കുറഞ്ഞു പോയപ്പോഴാണ് ക്ഷത്രിയൻ. കുറച്ച് സംഘർഷങ്ങൾ ഉണ്ട്, പക്ഷെ ഒന്നും അകത്തില്ല, പക്ഷെ കുറച്ച് വരസിലായി. പിന്നെ നമ്മൾ എന്താണ്? വൈശ്യന്മാരായി. ദ്വാപര യുഗത്തിൽ വൈശ്യന്മാരായി. നമ്മൾ പഞ്ചതത്വങ്ങളുടെ പ്രകൃതിയുടെ ബോധത്തിലേക്ക് വന്നു. പിന്നെ നമ്മൾ പ്രകൃതിക്ക് അടിമകളായി പോയി. അതാണ് ശൂദ്രൻ. ഇപ്പൊ നമ്മള് പ്രകൃതി പുരുഷ ജ്ഞാനം എടുത്ത് പ്രകൃതിയെ ജയിക്കാൻ പഠിക്കുകയാണ്. അതാണ് ബ്രാഹ്മണര്. അവന് ജയിക്കുകയാണെങ്കിൽ നമ്മൾ ദേവതകളാകും, തോക്കാണെങ്കിൽ നമ്മൾ ക്ഷത്രിയരാകും. പഠിക്കുന്നേ ഇല്ലെങ്കിൽ നമ്മൾ വൈശ്യവർണ്ണത്തിലോ ശൂദ്രവർണ്ണത്തിലോ അടുത്ത കൽപ്പിക്കും. ഇങ്ങനെയാണ് ഈ കളി ഉണ്ടാക്കപ്പെട്ടു. വല്ലാത്തൊരു കളിയാണ്. ഗീതം ഓം നമഃ ശിവായ, ഓം ശാന്തി. ഏകഹേ ബേഹത് ബാബയ്ക്ക് മഹിമ. ഈ ഓം നമഃ ശിവായ എന്നുള്ളത് നമ്മൾ എല്ലാവരുടെയും ഈ കളിയുടെ അധികാരി, സൃഷ്ടിയുടെ അച്ഛന്റെ മഹിമയാണ്. ഉഞ്ചത്തെ ഉഞ്ചവഹ് ഭഗവാൻ ഹി യഹ്തോ സബ് ജാനത്തെ ഹി. ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണെന്ന് എല്ലാവർക്കും അറിയാം.
ऊंजते ऊंज भगवान की मद भी जरूर ऊंजी होगी, इसलिए कहा जाता है ശ്രീമത് അർത്ഥാത് ശ്രേഷ്ഠമത്. അപ്പോൾ ഉയർന്നതിലും ഉയർന്ന പരമാത്മാവിന്റെ ഉപദേശം വളരെ ഉയർന്നതായി, അതുകൊണ്ടാണ് ശ്രീമതം അല്ലെങ്കിൽ ശ്രേഷ്ഠമതം എന്നതിനെ വിളിക്കുന്നത്. സബി ഭക്തിയാം ഉൻകോ യാദ് കർത്തി, എല്ലാ ഭക്തകളും ഓർമ്മിക്കുന്നത് ആ പരമാത്മാവിനെയാണ്. വഹ് ഭഗവാൻ തോ ഭഗവതി ബി ചാഹി, അത് ഭഗവാനാണ്, അപ്പൊ ഭഗവതിയും വേണം. പിതാഹിത്വ മാതാ ബി ചാഹി, അച്ഛനുണ്ടെങ്കിൽ അമ്മയും വേണം. ഏക് ഹോത്താ ഹെ ലൗകിക് മാതാപിതാ, ദൂസര ഹോത്താ ഹെ പാരലൗകിക് മാതാപിതാ. ഒന്ന് ലൗകിക മാതാപിത, രണ്ട് പാരലൗകിക മാതാപിത. लौकिक होते हुए जब कोई दुखी होते तो പാരലൗകിക को याद किया जाता. ലൗകിക അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മൾ അവരെല്ലാം വിളിക്കും പാരലൗകിക, പരലോകത്തിരിക്കുന്ന അച്ഛനെ വിളിക്കും. രണ്ട് രീതിയിലാണ് പ്രകൃതിയെയും ദേവി എന്ന് പറയും അല്ലെ. പ്രകൃതി ദേവിയാണ്, പരമശിവൻ അല്ലെങ്കിൽ പരമപുരുഷൻ ആരാണ്? അത് ശിവൻ അച്ഛനാണ്, ദേവി അമ്മയാന്ന് പറയും. അപ്പൊ അമ്മയുടെ കാൽ കീഴിലാണ് ആര് കിടക്കുന്നത്? അമ്മയ്ക്ക് കലി ഇളകിയിട്ട് രണ്ട് കാണിക്കുന്നില്ല, അമ്മയ്ക്ക് കലി ഇളകിയിട്ട് അച്ഛനെ ചവിട്ടി താഴെ ഇട്ട് ശിവനെ. അതായത് പ്രകൃതി ബാബ പറയാം ഡ്രാമ എനിക്ക് മുകളിലാണ്, ഡ്രാമ എന്നെ പിടിച്ച് വലിച്ച് താഴേക്ക് ഇടും. അപ്പൊ ബാബ പറയാണ് ആ രീതിയിൽ. പക്ഷെ യഥാർത്ഥത്തിൽ അമ്മ ആരാണ്? ബ്രഹ്മാവ് തന്നെയാണ്. അപ്പൊ തുമാര ലൗകിക സംബന്ധ ബീഹെ, ബാബ പറയണു ഈശ്വരനെ കിട്ടി എന്ന് പറഞ്ഞ് ലൗകികം ഇല്ല എന്നുള്ളതില്ല. ലൗകികമുണ്ട്, പാരലൗകികവും ഉണ്ട്. പാരലൗകിക മാതാപിതാ തുമേം പരലോകമേം ലേ ജാത്തെ, പാരലൗകിക മാതാപിത നമ്മള് പരലോകത്തിലേക്ക് കൊണ്ടുപോകും. പരം എന്ന് വെച്ചാൽ എന്താ? പരം എന്ന് വെച്ചാൽ ഉയർന്നത്, ശ്രേഷ്ഠമായത്, പരാവിദ്യ, അപരാവിദ്യ, പരാപ്രകൃതി, അപരാപ്രകൃതി. അപ്പൊ പരലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇഹലോകത്ത് എന്നുള്ള 100% ഉറപ്പുള്ള കാര്യമാണ് ദുഃഖം. അതുകൊണ്ടാണ് നമ്മളെല്ലാം മുകളിലേക്ക് നോക്കി ദൈവത്തെ വിളിക്കും. ലൗകികോ ബന്ധൻ കഹേങ്കെ ജിസ്മേ ദുഃഖഹേ, ലൗകികം എന്ന് പറഞ്ഞാൽ അതിൽ ബന്ധനമുണ്ട്. ബന്ധനമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്. दो परलोक है, एक निराकारी लोक जहाँ आत्माएं रहती, दूसरा साकारी लोक जिसको सुखधाम कहा जाता. രണ്ട് പരലോകങ്ങളുണ്ട്, ഉപരിയായ രണ്ടെണ്ണമുണ്ട്. ഒന്ന് നിരാകാര ലോകം, അത് സദാ അങ്ങനെ തന്നെ ഇരിക്കും, അത് യാതൊരു മാറ്റമില്ല, നിശ്ചല തത്വമാണ്, മാറ്റമില്ലാത്ത തത്വം, നിർഗുണാതീതമാണ്. അവിടെ സദോയില്ല, രജോയില്ല, തമോയില്ല. അതിന് താഴേക്ക് വരുമ്പോൾ പിന്നെ സുഖധാമമാണ്, അത് സദോ പ്രധാനമാണ്. പക്ഷെ ഒരു കുഴപ്പം എന്താ? അത് രജോയിലേക്ക് പോകും, ശാശ്വതമല്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ദുഃഖമൊന്നും ഉണ്ടാവില്ല. അതിനാണ് പറയുന്നത് സുഖധാമം അല്ലെങ്കിൽ വൈകുണ്ഠം അല്ലെങ്കിൽ സ്വർഗം. അപ്പൊ ബ്രഹ്മാണ്ടം ഉണ്ട്, വൈകുണ്ഠം ഉണ്ട്. വഹ് ശാന്തിധാം വഹ് സുഖധാം. ബാബ ആക്കർ ഇസ് ദുഃഖ കെ ലോക് ജിസെ മൃത്യുലോക അഥവാ പതിത് ഭ്രഷ്ടാചാരി ദുനിയ കഹാ ജാത്ത. ബാബ വന്നിട്ട് ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ നമ്മൾ പിടിക്കുക. ഈ ലോകത്തിന് എന്താ പറയുന്നത്? മൃത്യുലോകം അല്ലെങ്കിൽ പതിത ഭ്രഷ്ടാചാര ലോകമാണ്. യഹം സെ ലേ ജാത്തെ യഹം സബ് പതിതേ, ഇവിടുന്ന് ബാബ നമ്മളെ കൊണ്ടുപോകും. ഇവിടെ എല്ലാവരും പതിതർ. പതിർന്ന് വെച്ചാൽ എന്താണ്? 5 തത്വങ്ങളുടെ ബോധത്തിൽ കിടക്കുന്നത് ദേഹം, ദേഹ സംബന്ധങ്ങൾ, പദാർത്ഥങ്ങൾ. ഇതിൽ കിടക്കുന്ന മനസ്സ് കിടക്കുകയാണെങ്കിൽ അത് ശൂദ്രന്മാരാണ്, അത് പതിത ലോകമാണ്, ഭ്രഷ്ടാചാര ലോകമാണ്, ദുഃഖം നിറഞ്ഞ ലോകമാണ്, വിഷയവൈതരണി നദിയാണ്. ഇവിടെ നിന്നാണ് ബാബ നമ്മളെ കൊണ്ടുപോകും. ആദ്യം ബ്രഹ്മലോകത്തിലേക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്നെ തന്നെ ഓർമ്മ. ബ്രഹ്മലോകത്തിന്റെ അനുഭൂതിയിലാണ് നമ്മൾ എവിടെ ജീവിക്കുന്നത്? സത്യത്തിൽ, സത്ത് ബോധത്തിലാണ് സത്യബോധം. ദ്വാപരം മുതൽ അസത്ത് ബോധത്തിൽ, 5 തത്വങ്ങളുടെ ബോധത്തിൽ. അസത്ത് ബോധത്തിൽ വരുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിച്ചത്? അസത്ത് ബോധത്തിൽ വന്നപ്പോഴാണ് നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന അസത്വമ സത്ത്. വീണ്ടും ഈ സത്ത് ബോധത്തിലേക്ക് വരണം. അപ്പൊ ആദ്യം ബാബ എന്താ പറയുക? നിങ്ങൾ സത്യധാമത്തെ, ബ്രഹ്മലോകത്തെ ഓർമ്മിക്കും, ബ്രഹ്മലോകത്തിൽ തന്നെ ഓർമ്മിക്കും. അങ്ങനെ ഓർമ്മിച്ച് മനസ്സ് ബ്രഹ്മതത്വത്തിൽ ഉറക്കുമ്പോൾ ആ ബോധത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ സത്യത്തിൽ. പ്രകൃതി ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ പിടിപ്പെടത്തില്ല. ദ്വാപരം മുതൽ നമ്മൾ വാമഭാഗത്തേക്ക് തിരിയും. സത്യവുമേം പാവൻ സമ്പൂർണ്ണ നിർവികാരി രഹത്തെ. സത്യത്തിൽ നമ്മൾ പാവനമായിരിക്കും, സമ്പൂർണ്ണ നിർവികാരികളാണ്. പകല് ലക്ഷ്മി നാരായണക്ക് മഹിമ ഗാത്തേ ദേ അപ്പനേക്കോ വികാരി സമുച്ചിത്തേ. പണ്ടെല്ലാം നമ്മൾ ലക്ഷ്മി നാരായണന്റെ മഹിമ പാടുമായിരുന്നു. അപ്പൊ നമ്മൾ സ്വയം പറഞ്ഞ എന്താണ്? നമ്മൾ വികാരികളാണ്. ലക്ഷ്മി നാരായൺ മഹാരാജ മഹാറാണി പവിത്ര ദേ തോ പ്രജാകോബി പവിത്ര കഹേ. ലക്ഷ്മി നാരായൺമാർ അവിടുത്തെ മഹാരാജ മഹാറാണിയാണ്, അപ്പൊ അവര് പവിത്രമാണ്. രാജാവിനെ പോലെ ഇരിക്കും ആര്? പ്രജകളും ഇരിക്കും, അപ്പൊ അവരും പവിത്രമാണ്. വഹേ സുഖധാം വൈകുണ്ഠം, അത് സുഖധാമമാണ് അല്ലെ. അവിടെ സുഖമുണ്ട്. സുഖം എവിടുന്ന കിട്ടുന്നത്? നിങ്ങളൊക്കെ പറയും സുഖം എവിടുന്ന കിട്ടുന്നത്? സുഖവും ദുഃഖവും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടും. നല്ല തണുപ്പ്, നമുക്കിതിരി തീ കാഞ്ഞു, നല്ല സുഖം കിട്ടി. അല്ലെ ഒരു സ്വെറ്റർ കിട്ടി, നല്ല ചൂട്, ഒരു സ്വെറ്റർ ഇടാണെങ്കിലും നമുക്ക് അസ്വസ്ഥതയായിരിക്കും, ദുഃഖമായിരിക്കും, അല്ലെ കൈയൊന്ന് പൊള്ളി.
അപ്പൊ ആ തീ തന്നെ നമുക്ക് പൊള്ളലും നൽകി, ദുഃഖവും നൽകി, അതേസമയം സുഖവും നൽകി. ബ്രഹ്മലോകത്ത് പ്രകൃതിയില്ല, അതുകൊണ്ട് എന്താണ്, സുഖമില്ല ദുഃഖവും ഇല്ല. അപ്പൊ അവിടെ എന്തുണ്ട്? ശാന്തി മാത്രം. അവിടെ ശാന്തി മാത്രം. ഇവിടെയാണ് സുഖവും ദുഃഖവും. ബാബ പറയാണ് അത് സുഖധാമം വൈകുണ്ഠം. നരകക്കോ ധാം നഹീം കഹേ. ഈ നരകത്തെ ധാമം എന്ന് വിളിക്കാൻ പാടില്ല. ധാം പവിത്രക്കോ കഹാ ജാതാ ഹെ. പവിത്രതയുള്ള സ്ഥലത്തെയാണ് ധാമം എന്ന് പറയുന്നത്. യഹ് അപവിത്ര ദുനിയ. ഇത് അപവിത്ര ധാമം എന്നല്ല ബാബ പറഞ്ഞത്, അപവിത്ര ലോകം. ഭാരത് സുഖധാം ധാം. എന്നാൽ ഈ ഭാരതം സുഖധാമമായിരുന്നു. അഭി പതിത ഭ്രഷ്ടാചാരി നരകെ. ഇപ്പോൾ ഈ ഭാരതം പതിതമാണ്, ഭ്രഷ്ടാചാരിയാണ്, നരകമാണ്. अभी सबको सुख के धाम में ले जाना है तो जरूर बाबा को ही आना पड़े जो आकर बच्चों को सुखी बनावे. അപ്പോൾ ബാബയ്ക്ക് നമ്മൾ എല്ലാവരെയും ഇവിടുന്ന് കൊണ്ടുപോകണം, സുഖത്തിന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ തീർച്ചയായിട്ടും അതിന് ഭഗവാന് തന്നെ വരേണ്ടി വരും. ആ ഭഗവാൻ വന്നിട്ടാണ് തന്റെ കുട്ടികളെ സുഖികളാക്കി, സുഖമുള്ളവരാക്കുന്നത്. ബാബ ഹി സ്വർഗക്കാ രചയിത. ബാബ സ്വർഗത്തിന്റെ രചയിതാവാണ്. കഹത്തെ ഹേ ബാബ പഹലെ പഹലെ അപ്നെ ഹംകോ സ്വർഗ വർഷാ ദിയാ ഥാ. കുട്ടികളും പറയുന്നത് എന്താണ്, ബാബ ആദ്യം അങ്ങ് ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ സ്വത്താണ് നൽകിയത്. ആദാ കൽപ്പഹം സ്വർഗമേ രഹി ഉസ്കോ കഹാഹി ജാത്താ ഹി സൂര്യവംശി ചന്ദ്രവംശി രാജധാനി. അരക്കൽപ്പം നമ്മൾ സ്വർഗത്തിൽ കഴിഞ്ഞു. അതിനാണ് പറയുന്നത് സൂര്യവംശ ചന്ദ്രവംശ രാജധാനി. അവിടെ ആ രാജ്യമുണ്ട്, പ്രകൃതിയുണ്ട്. പക്ഷെ നമ്മൾ പ്രകൃതിക്ക് അധീനമല്ല, ഒട്ടും അധീനമല്ല. 100% അധീനമല്ലാത്തൊരു സമയമാണ് ഏത്? സൂര്യവംശം. അവിടെ ലക്ഷ്മി മരിച്ചാൽ നാരായണന് വല്ല പ്രയാസമുണ്ട്, അല്ലെങ്കിൽ നാരായണനായിരിക്കും ആദ്യം മരിക്കുന്നത്, ലക്ഷ്മിക്ക് ഒരു പ്രയാസം. കാരണം അംശം മാത്രം അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. സ്വർണ്ണ കൊട്ടാരം ഒന്നിനോട് ലോഭമില്ല. 5 വികാരങ്ങളില്ലാണ്ട് സുഖമായിട്ടിരിക്കാൻ. ഇവിടെ അതിൽ തോറ്റുപോയവരാണ് ചന്ദ്രവംശത്തിലേക്ക്. ബാബ യാദ് ദിലാത്തേഹെ 21 ജന്മത്തും സ്വർഗമേം രഹെ. ബാബ നമുക്ക് ഓർമ്മ നൽകാണ്, നമ്മൾ അങ്ങനെ ജീവിച്ചിരുന്നു. 21 ജന്മം നമ്മൾ സ്വർഗത്തിൽ ജീവിച്ചു. 8 ജന്മ സത്യയുഗ് കെലിയെ 12 ജന്മ ത്രേതാ കെലിയെ യഹ് സബ് ബാത്തേം ബാപ് ബൈഠ് സമझാത്തെ. 8 ജന്മങ്ങൾ സത്യയുഗത്തില്, 12 ജന്മങ്ങൾ ത്രേതായുഗത്തില്. ഈ കാര്യങ്ങളെല്ലാം ബാബ തന്നെ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. കഹത്തെ ഹെ ബच्चे तुम अपने जन्मों को नहीं जानते हो मैं तुमको सब कुछ बदलाता हूं. ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മങ്ങൾ, ആരോടെ പറയുന്നത്? ആത്മാവിനോട് പറയാണ്. ആത്മാവി നിനക്ക് നിന്റെ ജന്മങ്ങൾ അറിയില്ല. നീ 8 ജന്മം സൂര്യവംശത്തിലുണ്ടായി, നീ 12 ജന്മം ത്രേതായുഗത്തിലുണ്ടായി. ഇത് നിനക്കറിയില്ല, എനിക്ക് അറിയാം. നിരാകാർ ബാപ്പ് നിരാകാർ ബച്ചം സെ ബാത്ത് കർത്തെ. ഇത് എങ്ങനെ മനസ്സിലാവുള്ളൂ? നിരാകാരനായ അച്ഛൻ നിരാകാരനായ ആത്മാക്കളോടാണ്. ശരീരം ജനിക്കുന്നില്ല അല്ലെ? ശരീരത്തിന് പുർജന്മമുണ്ടോ? ശരീരത്തിന് മുജന്മൊന്നുമില്ല. ആത്മാവിനാണ് മുജ്ജന്മങ്ങളുള്ളത്. അപ്പൊ ആത്മാവിനോടാണ് പറയുന്നത്, നിനക്ക് നിന്റെ ജന്മങ്ങൾ അറിയില്ല. നമ്മൾ ദേഹബോധത്തിലാണ് പലപ്പോഴും കേൾക്കുന്നത്. അപ്പൊ നമുക്കത് പിടികിട്ടത്തില്ല. അതെങ്ങനെ, ഞാനെങ്ങനെ പുജപ്പെടുത്തുന്നത്? ഞാൻ ഈ ശരീരം. ആത്മാവിനോടാണ് ബാബ പറയുന്നത്, നീ കുറെ ജന്മങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആധാ കൽപ്പത്തും അശോകവാടികാമേന്തേ തീർത്തും ശോകവാടികാമേമാകെ. ബാബ പറയാണ്, അരക്കൽപ്പം അശോകവാടിക, ദുഃഖമില്ലാത്ത വാടികയിലായിരുന്നു. പിന്നെ അരകൽപ്പം ശോകവാടികയിലേക്ക് വന്നു. സുഖം പൂരാ ഹോക്കർ ദുഃഖ്. സുഖം പൂർത്തി. അപ്പൊ സുഖം എവിടുന്ന കിട്ടിയത്? ഭക്തി പറഞ്ഞത് എന്താണ്? ദേവതകൾക്ക് പുണ്യക്ഷയം സംഭവിച്ച് അവരെന്തായി? അവര് മനുഷ്യരായി മാറി. പുണ്യക്ഷയം സംഭവിച്ച് അവര് സ്വർഗത്തിൽ നിന്ന് വഴുതിപ്പോയി. അതായത് ഇപ്പൊ സമ്പാദിച്ച പുണ്യം തീർന്നു പോയി. അരകൽപ്പം അത് അനുഭവിച്ച് തീർത്തു. അപ്പൊ പുണ്യക്ഷയം സംഭവിച്ചു അല്ലെ? പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും കഷ്ടപ്പാട് വന്ന അമ്മമാരെന്ത് പറയുമായിരുന്നു? അന്ന് അമ്മമാർക്ക് TV കാണലുണ്ടായിരുന്നു, നമുക്കില്ലായിരുന്നു. അപ്പൊ കഷ്ടപ്പാട് വരുമ്പോൾ അമ്മമാരെന്ന് പറയും സുഹൃതക്ഷയം, സുഹൃതക്ഷയം. നമ്മൾ ചെയ്ത സുഹൃതങ്ങൾ ക്ഷയിച്ചു പോയി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ആരംഭിച്ചു. അപ്പൊ നമ്മൾ ഇപ്പോഴാണ് സുഹൃതം ഉണ്ടാക്കുന്നത്. ജ്ഞാനം, യോഗം, ധാരണ, സേവനം. ആ സുഹൃതം ക്ഷയിക്കും 2 യുഗം കഴിയുമ്പോൾ. അപ്പൊ നമുക്ക് ശക്തി പോയി. അപ്പൊ നമ്മൾ പ്രകൃതിക്ക് അടിമയായി, ദുഃഖമായി, ശോകവാടിയിലേക്ക് പോയി. ബാബ പറയുന്ന സുഖം തീർന്നപ്പോൾ ദുഃഖം വന്നു. വാമമാർഗം ആനാദാനകം. വാമമാർഗം ഇടത്തോട്ട് ദേഹബോധത്തിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നരകമായി. उसमें तुम दुख उड़ाते हो पर बाप आकर രാവൺ രാജ്യ से छुड़ाकर രാമരാജ്യ में ले जाते. അവിടെ നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. പിന്നെ കൽപ്പാവസാനം ദൈവം വന്ന് ഈ രാവണ രാജ്യത്തിൽ നിന്ന് നമ്മളെ മുക്തമാക്കി രാമരാജ്യത്തിലേക്ക് കൊണ്ടുപോകും. ഏക് ഖേൽ ബനാ ഹുവാ. ബാബ പറയാണ്, ഈ കളി അങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ബാബ സുഖ കാ വാർസ ദേത്തെ രാവൺ ദുഃഖ കാ ശാപ് ദേത്തെ. ബാബ സുഖത്തിന്റെ സ്വത്ത് നൽകും, രാവണൻ ദുഃഖത്തിന്റെ ശാപവും നൽകും. ഏഹ് ബേഹത്തേക്ക് പാട്. ഇത് വ്യക്തിപരമായിട്ട് എടുക്കരുത്. ചില ദേശങ്ങൾ ഇപ്പൊ ഇന്ന് പേപ്പറിൽ കണ്ടില്ലേ, ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഇന്ന രാജ്യമാണ്. അപ്പൊ അവര് ശാപത്തിലല്ലേ കിടക്കും? അതൊക്കെ തോന്നലാണ് സന്തോഷം ഉണ്ടാകും. ലോകത്ത് 146 രാജ്യങ്ങൾ, 146ാമത്തെ സന്തോഷമുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ. നമ്മളെ ഇന്ത്യ മഹത്തായ ആത്മീയ രാജ്യത്തിന് എത്രയാണെന്ന് അറിയാമോ? 136. ഈ ലോകത്ത് അത്രയും ദുഃഖം അനുഭവിക്കുന്നവരാണെന്ന് പറയുന്നത്. ഇത്രയും
പുരാണവും മഹാഭാരതവും രാമനും കൃഷ്ണനും അമ്പലങ്ങളൊക്കെ ഉണ്ട്. എന്താ കാര്യം? ദുഃഖമാണ്. ഇവിടെ ദുഃഖമാണ്. ഇവിടെ ആർക്കെങ്കിലും സന്തോഷം? ക്ലാസ്സിൽ വരുന്നവർക്ക് പോലും സന്തോഷമില്ല. മോഹമൊക്കെ ഇരിക്കുന്ന ഇരിപ്പുകാണ് അല്ലെ? മകളുടെ കുട്ടിയായിട്ട് പോലും സന്തോഷമില്ല. ഈശ്വരൻ പറയും ഞാൻ പഠിപ്പിച്ചിട്ട് പോലും സന്തോഷം. പിന്നെ എങ്ങനെയാ സന്തോഷം? പിന്നെ അവരുടെ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അടിച്ചു പൊളിച്ച് അവർക്ക് ലാസ്റ്റ് പത്തിൽ വരുന്നവരായിരിക്കും. അതായിരിക്കും അവർ കണക്കൂട്ടുന്ന സന്തോഷം. എന്തായാലും ബാബ പറയണം ഇവിടെ എന്തായാലും സന്തോഷമില്ല. ബാബ പറയാണ് ഇതൊക്കെ ചെറിയ കാര്യമല്ലേ പറയുന്നത്, ബേഹത്ത് സൃഷ്ടിയുടെ മൊത്തം കാര്യമാണ്. അപ്പൊ ഈ ബാബ തുമക്കോ 21 ജന്മം കെ ലിയെ സുഖ കാ വർഷ ദേ രഹാ ഹൈ. ഇപ്പോൾ ബാബ നമുക്ക് 21 ജന്മത്തേക്ക് സുഖത്തിന്റെ സ്വത്ത് നൽകുകയാണ്. ഭഗവാൻ സ്വർഗ രചിത്തെ ഹേ തോ സ്വർഗ കാ വർഷ മിൽനാ ചാഹിയെ. ഭഗവാൻ നമ്മുടെ അച്ഛനാണ്. അച്ഛന് സ്വർഗം രചിക്കുകയാണെങ്കിൽ മക്കൾക്കല്ല ആ സ്വത്ത് കിട്ടുന്നത്. അപ്പോൾ മക്കൾ സ്വർഗത്തിൽ പോകണം. വർഷ പായ ഹുവാധ. ഈ സമ്പത്ത് നമ്മൾ പണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. മായാനെ ആധാ കൽപ്പ ശാപ് ദേദിയ. അരകൽപ്പം മായ എന്ത് ചെയ്തു? നമ്മൾ ശപിച്ചു. ഈ അരകൽപ്പത്തെ ഈ ശാപത്തിന്റെ ഇരുട്ടിൽ കൂടെയുള്ള യാത്രയിൽ എത്ര ദൈവം വായിട്ടഴിച്ചിട്ട് നമ്മുടെ തലയിൽ കയറും? 63 ജന്മങ്ങളിലെ മനസ്സ് മുഴുവൻ ദുഃഖത്തിലാണ്, ഇരുട്ടിലാണ്. എന്നെല്ലാം ടോർച്ചടിച്ച് പറ്റിട്ടും നമുക്ക് സുഖം വരുന്നില്ല, സന്തോഷം വരുന്നില്ല. ബാബ പറയാണ് അരകൽപ്പത്തെ ശാപമാണ്. തുമാരി ബുദ്ധിമേ സാരാ ചക്ര. ഇപ്പൊ നമ്മുടെ ബുദ്ധിയില് കാര്യങ്ങൾ മുഴുവൻ, ബുദ്ധിക്ക് കുറെ കാര്യങ്ങൾ പിടികിട്ടി, പക്ഷെ മനസ്സിന് പലതും പിടികിട്ടി. ഈ ചക്രക്ക കബി അന്ത് നഹി ഹോത്ത. ഈ ചക്രത്തിന് ഒരിക്കലും അവസാനമില്ല. അത് കേൾക്കുമ്പോൾ ചിലർ പേടിച്ചു. വർഷ ദേനെ ബാബക്കോ ജരൂർ ആനാഹി. അപ്പോൾ സമ്പത്ത് നൽകുന്ന ബാബയ്ക്ക് തീർച്ചയായിട്ടും വരേണ്ടി വരും. അപ്പൊ ബാബ ആയേ ജനത്തെ വർഷ ലെങ്കി വഹി ജനോനെ കൽപ്പ് പകലേ ബി ലിയാത്ത. ഇപ്പോൾ ബാബ വന്നിട്ടുണ്ട്. ബാബയ്ക്കറിയാം കഴിഞ്ഞ കൽപ്പത്തിൽ സമ്പത്ത് എടുത്തവര് ഈ കൽപ്പത്തിലും ഓരോരുത്തരുടെ ആത്മാവിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് എടുക്കാൻ പറ്റും. ദേവി ദേവതാ ധർമ്മത്തെ സിവായ ദൂസര കൊയ് വർഷാലേന സാധിക്കും. ദേവി ദേവതാ ധർമ്മത്തിൽപ്പെട്ടവരല്ലാത്ത ആരും തന്നെ സമ്പത്ത് എടുക്കുന്നില്ല. പകലെ ബ്രാഹ്മൺ ബനനെ ബിഗൻ ദേവതാ ബൻ അസകൻ. ബ്രാഹ്മണരാകാതെ ദേവതയാകാൻ പറ്റില്ല. ബ്രഹ്മാമുഖത്തിൽ കൂടി ഈശ്വരന്റെ ജ്ഞാനം കേട്ട് ഞാൻ ആത്മാവാണ്, ഈശ്വരൻ എന്റെ അച്ഛനാണെന്ന് പറയാതെ, അതിൽ യാതിയില്ല മതമില്ല, ആർക്കാണെങ്കിലും പറയാം. ബാബ പറയണു ബ്രാഹ്മണനാകാണ്ട് ദേവതയാകാൻ പറ്റും. അതായത് ബ്രാഹ്മണനാകാന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതിയെ ജയിക്കുകയാണ്, പഠിക്കുകയാണ്. അവൻ പ്രകൃതിയെ ജയിക്കാണ്ട്, ഒരിക്കലും വികാരങ്ങൾ ജയിക്കാണ്ട് ദേവതയാകാൻ പറ്റും. പഹലേഹം ആത്മായം നിരാകാരി ദുനിയാമേ ഗ്രഹനെ വലേഹി ആദേഹെ സുഖ പാട്ട് ബജാനെ. നമ്മൾ ആത്മാക്കൾ ആദ്യം നിരാകാര ലോകത്തിൽ ഇരിക്കുകയാണ്. അവിടെ അഭിനയമൊന്നുമില്ല, അവിടെ നല്ല ഉറക്കം. അവിടെ നമ്മുടെ താഴെ വന്നു എന്തിനാ? അപ്പൊ നമുക്ക് സുഖം തുടങ്ങി, സുഖത്തിന്റെ പാട്ട് തുടങ്ങി. ഹംസോ ദേവത ബനെ ഒരു ക്ഷത്രിയ വൈശ്യ സ്വസൂദ്ര ബനെ. അപ്പൊ നമ്മൾ ദേവതകളായി മാറി, പിന്നെ നമ്മൾ തന്നെ ക്ഷത്രിയരായി, പിന്നെ നമ്മൾ വൈശ്യരായി, പിന്നെ നമ്മൾ ശൂദ്രരായി. ഇൻ വർണ്ണമേ ആത്തേ. നമ്മൾ ആത്മാക്കള് ഈ വർണ്ണത്തിന്റെ ചക്രത്തിൽ പഞ്ചവർണ്ണക്കിളിയാണ്, അല്ലെ? 5 വർണ്ണങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. अब जो ब्राह्मण बनते वह अपने को ब्रह्मा कुमार और कुमारिയ कहलाते हैं. ഇപ്പൊ നമ്മൾ ബ്രാഹ്മണർ എന്ന് പറയുന്നവരാണ് ബ്രഹ്മകുമാർ കുമാരിമാര്. സമചിത്തേഹം ഭായി ബഹൻ ഹോകെ. അപ്പൊ നമ്മൾ സഹോദരി സഹോദരന്മാരായി. फिर विकार की दृष्टि रखने सगिन जानते हम पवित्र बन पवित्र दुनिया के मालिक बनेंगे. പിന്നെ വികാരത്തിന്റെ ദൃഷ്ടി പാടില്ല, പവിത്രമായി മാറി പവിത്ര ലോകത്തിന്റെ അധികാരികളാകണം. ബാപ്പ് അവർ സ്വർഗക്കോ യാദ് കർത്തെ അവർ ഏക ജന്മം പവിത്ര. അതിനുള്ള ഉപായം ബാബ പറയാണ്, ബാബയെയും സ്വർഗത്തെയും ഓർമ്മിക്കുക. ഒരു ജന്മം പവിത്രമാവും. പവിത്രമാവുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. 63 ജന്മത്തെ അഴുക്ക് മനസ്സിൽ കിടക്കാം. 63 ബാബറില്ലേ, 63 ജന്മം ശരീരങ്ങളിൽ കിടക്കായിരുന്നു ഈ മനസ്സ് മുഴുവൻ. ഉള്ളതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഏത് ദൈവം വന്നു എന്ന് പറഞ്ഞാലും നമ്മൾ അടുക്കി വിട്ടും നമ്മുടെ പണിക്കും. അതാണ് ബാബ പറയുന്നത്. ഇന്നലെ ബാബ എന്താ പറഞ്ഞ? പ്രധാനമായിട്ടും ബ്രാഹ്മണരോട് എന്താ പറഞ്ഞു? ഒരാൾ അങ്ങനെ പോകാണെങ്കിൽ ഒരു 10-20 കത്തെങ്കിലും എഴുതി, അടിക്കടി ഇങ്ങനെ എഴുതി, അല്ലെ? അവരെങ്ങനെയാലും തിരിച്ചു കൊണ്ടുപോകാം. കാര്യം ഈ മാർഗത്തിൽ കൂടെ പോകാൻ വലിയ പാടാണ്. അപ്പൊ ബാബ പറയുന്ന കുട്ടികളെ ഒരു ജന്മം പവിത്രമായി ജീവിക്കും. ഏഹ് മൃത്യുലോക, ഇത് മൃത്യുലോകമാണ്. ഏഹ് മൂർദാബാദ് ഹോ അമരലോക സിന്ദാബാദ് ഹോന. ഇത് നശിച്ചു പോകും, അവർ അമരലോകം ജയിക്കും. വഹം 5 വികാർ ഹോത്തേ ഹി നഹിം രാവൺ രാജ്യ ഹി ഖതം ഹോ ജായേഗ. അവിടെ 5 വികാരങ്ങൾ ഉണ്ടാവില്ല. ഈ രാവണ രാജ്യമേ നശിച്ചു പോകാൻ പോകാം. സത്യുഗ ത്രേതാക്കോ രാമരാജ്, ദ്വാപർ കലിയുഗോ രാവൺ രാജ് കഹാ ജാത. സത്യത്രേതായത്തെ രാമരാജ്യം എന്ന് വിളിക്കുന്നു. ദ്വാപര കലിയുഗം രാവണ രാജ്യമാണ്. വഹി ഭാരത് ഹീരെ ജൈസ ധ അബ് കവടി ജൈസ ബൻ ഗയ. ഈ ഭാരതം വൈരതുല്യമായിരുന്നു. ഇതേ ഭാരതം ബാബു പറഞ്ഞു കരിക്കട്ടയ്ക്ക് തുല്യമായി. അപ്പൊ ബാബ കാത്തേ ഹി തുമക്കോ ഹീരെ ജൈസ ജന്മ ദേനെ ആയാ. ഇപ്പോൾ ബാബ പറയാണ് ഈശ്വരൻ വന്നിരിക്കുന്ന എന്തിനാണ്? നമുക്ക് വൈരതുല്യമായ ജ്ഞാനമുള്ള ജന്മം. ഇന്നലത്തെ മുരളി തീർന്ന എങ്ങനെയാണ്? നമ്മള് ഈശ്വരന്റെ കുട്ടിയാണ് ഈ സമയത്ത്. നാളെ വിഷ്ണുവിന്റെ കുട്ടിയായിരിക്കും, പക്ഷെ ഈശ്വരന്റെ കുട്ടിയല്ല, ഈശ്വരന്റെ കുട്ടിയാണ്. ഇതാണ് വൈരതുല്യ ജീവിതം. തും മേരി ശ്രീമത്ത് പർ ചലോ. ബാബ പറഞ്ഞു ഞാൻ പറയുന്ന പോലെ ഒന്ന് നടക്ക്.
നഹീം തോ തും സ്വർഗക്കെ സുഖ ദേഖ നഹീം സകേങ്കി. ഇല്ലെങ്കിൽ ബാബ പറഞ്ഞു സ്വർഗത്തിന്റെ സുഖം കാണാൻ പറ്റില്ല. സ്വർഗമേം ദുഃഖിക്കാൻ ഞാൻ നഹീം ഹോത്താഹി അവർ കൊയ് ഖണ്ഡ് നഹീ രഹത്ത. സ്വർഗത്തിൽ ദുഃഖം എന്നൊരു വാക്കുണ്ടാവില്ല, വേറെ ഖണ്ഡം ഉണ്ടാവില്ല. ദുഃഖത്തിന് ഒരു കാരണം എന്താണ്? ദേഹബോധത്തിൽ നിന്നുണ്ടായ ദ്വൈതം. ദ്വൈതം എന്ന് വെച്ചാൽ എന്താ? രണ്ട്. ദ്വൈതം വന്നാൽ ആര് വരും എന്നാണ് പറയുന്നത്? ദ്വൈത്യൻ വരും. രണ്ട് വന്നാൽ പ്രശ്നമായി. ഇപ്പൊ ഇവിടെ രണ്ട് അഭിപ്രായം വന്നു. ഒരാൾ പറയും നമുക്ക് ഇങ്ങനെ ചെയ്യും, നാളത്തെ പട്ടിക്ക് ആ കറി വയ്ക്കും. വേറൊരാൾ പറയും നമുക്ക് ഈ കറി വെച്ചാൽ മതി. ചിലപ്പോൾ ഭീഷണിയാവും, ഈ കറി വച്ചില്ലെങ്കിൽ ഞാൻ പട്ടിക ഉണ്ടാവും. അപ്പൊ ദ്വൈതം വന്നു, ദൈത്യം വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അപ്പൊ ബാബ പറയാണ് അവിടെ രണ്ടില്ല, അവിടെ വേറെ ഖണ്ഡങ്ങളില്ല. ഭാരതി അസുൽമേം പ്രാചീന ഖണ്ഡഹി. യഥാർത്ഥത്തിൽ ഈ ഭാരതമാണ് പ്രാചീന ഖണ്ഡം. കേവൽ ദേവി ദേവതാവും കോ ഹി രാജ് ഹോത്താ ഹി, ഇസ്ലിയെ ഉസ്കോ സ്വർഗ കഹാ ജാത്ത. അന്ന് കേവലം ദേവി ദേവതകളെ ഉണ്ടായിരുന്നുള്ളൂ, അതിനാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. ആധ കൽപ്പ തുമ്നെ സ്വർഗ കാ സുഖ ഭോഗ് ഒരു രാവൺ രാജ്യം ശുരു ഹുവ. അരക്കൽപ്പം നമ്മൾ സ്വർഗത്തിന്റെ സുഖം അനുഭവിച്ചു, പിന്നെ രാവണ രാജ്യം ആരംഭിച്ചു. ഇതൊക്കെ നാടകമാണ്. രാവണ രാജ്യം വന്നാലും നാടകമാണ്, രാമരാജ്യം വന്നാലും നാടകമാണ്. സുഖമാകട്ടെ ദുഃഖമാകട്ടെ നാടകമാണ്, തെറ്റാകട്ടെ ശരിയാകട്ടെ ഡ്രാമയാണ്, അല്ലെ? നമ്മുടെ ശിക്ഷകളാകട്ടെ പുണ്യമാകട്ടെ എല്ലാം ഡ്രാമ. സത്യക്കോ ശിവാലയ കഹാ ജാത. സത്യത്തെ ശിവാലയം എന്ന് വിളിക്കും. ശിവബാബ കാ സ്ഥാപൻ കിയാ ഹുവാ ഹി. അതിന് കാരണം എന്താണ്? ശിവബാബയാൽ സ്ഥാപിക്കപ്പെട്ടത് കൊണ്ട് അത് ശിവാലയം. शिव बाबा ब्रह्मा द्वारा स्वर्ग की स्थापना, शंकर द्वारा नरक का विनाश कराते हैं. शिव बाबा ബ്രഹ്മാവിലൂടെ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യാണ്, ശങ്കരനിലൂടെ നരകത്തിന്റെ വിനാശവും ചെയ്യിപ്പിക്കും. जो स्थापना करेंगे वही स्वर्ग में पालना भी करेंगे. ആരാണോ ഈ സമയത്ത് സ്വർഗം സ്ഥാപിക്കുന്നത്, ബാബ പറഞ്ഞു അവർ തന്നെ അത് പാലിക്കും. ന്യായമായ കാര്യമല്ല. നമ്മൾ ബാബയുടെ കാര്യം ചെയ്യുകയാണെങ്കിൽ ബാബ പറഞ്ഞ ആ രാജ്യം വരുമ്പോൾ നമ്മൾ പോയി പാലിക്കും. വഹി വിഷ്ണുപുരിക്ക് മാലിക് ബനെങ്കെ. അവർ തന്നെ വിഷ്ണുപുരിയുടെ അധികാരികളായി മാറും. ശിവബാബി ശിവബാബ തന്നെയാണ് ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണരാക്കുന്നത്. ഈ സമയത്ത് തുമാര ബ്രാഹ്മൺ വർണ്ണം. ഈ സമയത്ത് നമ്മുടെ വർണ്ണം ബ്രാഹ്മണ വർണ്ണമാണ്. ദേവതാവും കാ വർണ്ണ ഹോ ജായേഗ. പിന്നെ നമ്മൾ ദേവതാ വർണ്ണത്തിലേക്ക് പോകും. अभी तुम ईश्वर द्वारा ब्राह्मण वर्ण में आए हो, फिर तुम ईश्वरीय वर्ण में बाप के साथ परमधाम में रहे. ഇപ്പോൾ നമ്മൾ ഈശ്വരനിലൂടെ ബ്രാഹ്മണ വർണ്ണത്തിലേക്ക് വരും, പിന്നെ നമ്മൾ ഈശ്വരീയ വർണ്ണത്തിൽ ബാബയുടെ കൂടെ പരന്താമത്തിൽ ഇരിക്കും. फिर वहां से ദേവതാ വർണ്ണമേ ആയേഗി. അവിടുന്ന് നമ്മൾ ദേവതാ വർണ്ണത്തിലേക്ക് വരും. സത്യമേം ഏക ദേവതാവം കാ രാജധാം. ഉസ് സമയം അവർ പോയി ഖണ്ഡനഹീത. സത്യത്തിലെ ഏക ദേവതാധർമ്മമായിരുന്നു. ബാബ പറയാണ് അന്ന് അവിടെ വേറെ വർണ്ണങ്ങളൊന്നുമില്ല, വേറെ രാജ്യങ്ങളുമില്ല. ബാദുമേം ഇസ്ലാമി ബൗദ്ധി ആദ്യം. പിന്നീടാണ് ഇസ്ലാമികളും ബൗദ്ധരൊക്കെ വരുന്നത്. ദ്വൈതങ്ങൾ വരുന്നത് പിന്നീടാണ്. അഭി തും പാണ്ഡവ യോഗബൽ സെ പാഞ്ച് വികാരോ പർ ജീത് പായേ ജഗജിത് വിശ്വക്കെ മാലിക് ബനത്തെ. ഇപ്പോ പാണ്ഡവരെ യോഗബലത്തിലൂടെ 5 വികാരങ്ങൾ ജയിച്ച് ജഗജിത്ത് വിശ്വത്തിന്റെ അധികാരികളാകാണ്. ലക്ഷ്മി നാരായൺ സൂര്യവംശി സ്വർഗത്തെ മാലികത്തെ. ബാബ പറഞ്ഞു ലക്ഷ്മി നാരായണന്മാരെ സൂര്യവംശജരെ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു. ഉനംകോബി സംഗംബർ ബാബസേഹി വർഷമില്ല. അവർക്കാണ് സംഗമത്തിൽ ബാബയിൽ നിന്ന് സ്വത്ത് കിട്ടിയത്. സംഗംയുഗ് ബ്രാഹ്മണം കാഹെ ജോ ബ്രാഹ്മൺ നഹി ബനത്തെ വഹുഗോയ കലിയുമേഹി. സംഗംയുഗം ബ്രാഹ്മണരുടേതാണ്. ബ്രാഹ്മണരാകാത്തവര് ബാബ പറയാണ് കലിയുഗത്തിലാണ്. അല്ലെ, ഈ കാര്യങ്ങൾ മനസ്സിലാകാത്തവരെന്താണ്? അവർക്ക് കലിയുഗം തന്നെ ദുഃഖത്തിന്റെ ലോകമാണ്. ഇതിന്റെ അവസാനം എന്താന്ന് അവർക്കൊരു പിടി കിട്ടുന്നില്ല. ബാബ തുംകോ വേശ്യാലയ സെ നികാൽ ശിവാലയം ലേ ജാ രഹാ. ഈ വേശ്യാലയം എന്ന് ചിലതാണ്, മനസ്സ് പലരിൽ കിടക്കാണ്. ഇതിൽ നിന്നും ബാബ നമ്മുടെ ശിവാലയത്തിലേക്ക്, ശിവനിൽ മനസ്സർപ്പിക്കുന്നവരിലേക്ക് കൊണ്ടുപോകാണ്. അബ് തും ഹോ ബ്രഹ്മ കെ ബच्चे ബ്രഹ്മകുമാർ और ब्रह्मा कुमारियां, तुम भाई बहन हो कभी भी विषपान नहीं कर सकते हैं. നമ്മളിപ്പോൾ ബ്രഹ്മാവിന്റെ കുട്ടികൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. നമ്മൾ സഹോദരി സഹോദരന്മാരായി. ഇനി നമ്മൾ വിഷം കുടിക്കാൻ പാടില്ല. ഗൃഹസ്ഥ വ്യവഹാരമേം തോരഹന. പക്ഷെ ബാബ പറഞ്ഞു കുടുംബത്തിൽ തന്നെ കഴിഞ്ഞവൾ. പരന്തു വികാരമേ നഹിയും ജാ സക്തേ. പക്ഷെ വികാരത്തിലേക്ക് പോകാൻ പാടില്ല. ഇസ് രാവൺ രാജ്യമേ വിരഹ് കമലഫൂല സമാൻ പവിത്ര രഹനാഹി. ഈ രാവണ രാജ്യത്തിലെ കമലപുഷ്പ സമാനം പവിത്രമായി കഴിയണം. ഫിർ ഏക പ്രശ്നം നഹി മൂഡ് സക്ത സൃഷ്ടി കൈസെ ബഡേഗി. അപ്പോൾ പിന്നെ ഈ ലോകം എങ്ങനെ വലുതാകും, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ കൂടും? ബാബ ആ ചോദ്യം ഒന്നും ചോദിക്കണ്ട. ബാബാ കാ ഫർമാൻ ഹി മേം പവിത്ര ദുനിയ ബനാനെ ആയ. ബാബയുടെ ആജ്ഞയാണ് ഞാൻ പവിത്ര ലോകം സ്ഥാപിക്കാൻ വന്നിരിക്കുകയാണ്.
तुम यह अंतिम जन्म पवित्र बनो तो तुम पवित्र दुनिया के मालिक बन सकते हो. അതിന് ലോകത്തെ കുറിച്ച് ചിന്തിക്കേണ്ട. ബാബ പറയുന്നു ഈ അവസാന ജന്മം പവിത്രമായി ജീവിച്ച് പവിത്ര ലോകത്തിന്റെ അധികാരിയാകണം. इस पर ही अबलावों पर अत्याचार होते. ഇക്കാര്യത്തിലാണ് സ്ത്രീകളുടെ നേരിൽ അത്യാചാരം ഉണ്ടാകും. രുദ്രജ്ഞാന യജ്ഞമേ അസുരം के विघ्न भी पड़ते. രുദ്രജ്ഞാന യജ്ഞത്തിൽ അസുരന്മാരുടെ വിഘ്നം ഉണ്ടാകും. ബാബ कहते हैं श्रीमत पर चलने से ही तुम श्रेष्ठ बनेंगे. ബാബ പറയാണ് കുട്ടികളെ ശ്രീമത്തനുസരിച്ച് നടക്കുന്നതിലൂടെ ശ്രേഷ്ഠരാകൂ. इतना समय तुम आसुरीय मत पर अर्थात पांच भूतों की मत पर थे. ഇത്ര കാലം നമ്മള് പഞ്ചഭൂതങ്ങളുടെ മതത്തിൽ അതായത് ആസുരീയ മതത്തിലായിരുന്നു. മേം ആത്മാവും मुझे इस शरीर में पाठ बजाना यह कोई जानते नहीं. ഞാനൊരു ആത്മാവാണ്, ഞാൻ ഈ ശരീരത്തിലൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഈ ലോകത്തിൽ നിന്ന് ആർക്കും തന്നെ അറിയില്ല. ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ആത്മാവാണ് ഞാനെന്ന് അറിയുന്നില്ല. ആത്മാ സാളിഗ്രാം കോ ഹി കഹത്തെ ഹി. സാളിഗ്രാം ബി കോയി ഇത്തന ബഡാ നഹി ഹി. ആത്മാവിനാണ് ഈ സാളിഗ്രാം എന്ന് വിളിക്കുന്നത്. സാളിഗ്രാം ഈ ഭക്തി കാണിക്കുന്ന പോലെ അത്ര വലിപ്പമൊന്നുമില്ല. പരമാത്മാ ബി ഇത്തന കോയി ബഡാ നഹി ഹി. പരമാത്മാവും ശിവലിംഗം പോലെ വലുതൊന്നുമല്ല. ആത്മാ അഥവാ പരമാത്മാ സ്റ്റാർ മിസ്. ആത്മാവും പരമാത്മാവും സൂക്ഷ്മാതിസൂക്ഷ്മമായ ഒരു പ്രകാശ ബിന്ദുവാണ്. ആത്മാവേ സാരാ പാട്ട് ഭരാ. ഈ ബിന്ദുവിലെ ഈ പാട്ട് അഭിനയിക്കേണ്ടത് മുഴുവൻ കുറിച്ചു വെച്ചു, അനാദിയായിട്ട് കുറിച്ചു വെച്ചിട്ടുണ്ട്. ആത്മാ കാർത്തികേ മേം ഏത് ശരീർ ചോട് ദൂസര ധാരൻ കർത്തികും പാട്ട് ബജാനാണ്. ആത്മാവാണ് പറയുന്നത് ഞാനൊരു ദേഹം വിട്ട് അടുത്ത ദേഹം എടുക്കാണ് എന്റെ പാട്ട് അഭിനയിക്കാൻ. ശ്രീ നാരായൺ की ആത്മാ कहेगी हम श्री नारायण का रूप धारण कर इतना जन्म राज्य करेंगे. നാരായണനായിരിക്കുന്ന ആത്മാവ് ഇങ്ങനെ പറയും, ആത്മാവായ ഞാൻ ഈ നാരായണൻ എന്ന പേരുള്ള വേഷം ധരിച്ച് പാട്ട് അഭിനയിക്കുകയാണ്. ഞാൻ നാരായണനല്ല, ഞാൻ മഹാരാജാവല്ല. അല്ല, അഹങ്കാരമൊന്നും അവിടെ ഉണ്ടാവില്ല. ഞാനൊരു ആത്മാവാണ്. ഞാനിപ്പോൾ മഹാരാജാവായിട്ട് അഭിനയിക്കും. അത്ര ഉയർന്ന ബോധത്തിലുള്ളത് കൊണ്ടാണ് അവരെന്ത് പറയുന്നത്, 5 വികാരങ്ങളെ അവർക്ക് ലഭിക്കും. അഹങ്കാരമില്ല, ഞാൻ രാജാവെന്നുള്ള വിചാരം അവിടെ ഉണ്ടാവില്ല. അല്ലെ, അവരെല്ലാവരും കളിച്ചിട്ടില്ല. ആത്മാമേ ഹി സാര അവിനാശി പാട്ട് പാരാകുക. അപ്പൊ ഞാൻ എന്തുകൊണ്ട് നാരായണനായി? എന്റെ ആത്മാവിൽ നാരായണനാകാനുള്ള പാട്ട് കുറിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നാരായണനായി. നീ എന്തുകൊണ്ട് ലക്ഷ്മിയായി? നിന്റെ ആത്മാവിൽ ലക്ഷ്മിയാകാനുള്ള പാട്ട്. നീ എന്തുകൊണ്ട് ദാസദാസനായി? നിന്റെ ആത്മാവിൽ ദാസദാസനാകാനുള്ള പാട്ട്. അങ്ങനെ പാട്ട് അഭിനയിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്കോ കഹ ഗോഡ് ഫാദർലി നോളജ്. ഇതിനാണ് പറയുന്നത് ഈശ്വരീയ ജ്ഞാനം. ഭഗവാൻ വാച്ച് സ്പിരിച്വൽ ഫാദർ ആത്മാവോं को बैठ पढ़ाते हैं, कोई मनुष्य नहीं पढ़ाते हैं. ഭഗവാൻ വാച സ്പിരിച്വൽ ഫാദർ ആത്മാവിന്റെ അച്ഛൻ ആത്മാക്കളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് മനുഷ്യരല്ല. ബാബ പഠാത്തെ ഹി. ഈ പഠിത്തം പരിധി ഇല്ലാത്ത അച്ഛൻ, പരിധി ഇല്ലാത്ത വെച്ചാൽ എല്ലാവരുടെയും അച്ഛൻ പഠിപ്പിക്കുകയാണ്. तो यह चक्र कैसे फिरता है? ഈ സൃഷ്ടി ചക്ര और रचयिता व रचना की नॉलेज को कोई मनुष्य मात्र नहीं जानते. അപ്പോൾ ഈ സൃഷ്ടി ചക്രം എങ്ങനെയാണ് തിരിയുന്നത്? രചയിതാവിനെ കുറിച്ചും രചനയെ കുറിച്ചുള്ള അറിവ് ഒരു മനുഷ്യർ പോലുമില്ല. അഭിത്തും ശിവാലയ സത്യമേ രാജ്യ കർണയിലായിക്ക് ബനത്തേഹോ. ഇപ്പോൾ നമ്മൾ സത്യയോഗത്തിൽ ശിവാലയത്തിൽ രാജ്യം ഭരിക്കാൻ യോഗ്യരാകുകയാണ്. സത്യം എന്ന് വെച്ചാൽ എന്താണ്? സത്ബോധത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുകയാണ്. ഭാരത് ജബ് ലായക് ഥാ തോ ബഡാ അക്കൽമന്ദ് ഥാ. ഈ ഭാരതം യോഗ്യമായിരുന്ന ആ കാലത്ത് വലിയ ബുദ്ധിമാന്മാരായിരുന്നു. അപ്പൊ ബാബ ഫിർ ഹീരെ ജൈസ ബനാനെ ആയാ ഹി തോ ഉൻകി ശ്രീമത് പർ ചലനാ പടേ. ഇപ്പോൾ ബാബ നമ്മളെ വൈരതുല്യമാക്കാൻ വന്നിരിക്കുമ്പോൾ ബാബ പറയുന്ന ശ്രീമത്ത് അനുസരിച്ച് നടക്കണ്ടേ? രാവൺ മത് തുംകോ കവടി തുല്യ ബനാ. രാവണ മതം നമ്മള് വെറും കരിക്കട്ടയാണ്. तुम जानते हो कि इस दुनिया की आयु 5000 वर्ष है, उसमें ही पुरानी और नई बनते हैं. നമുക്കറിയാം ഈ സൃഷ്ടിയുടെ ആയുസ് 5000 വർഷമാണ്. അതിൽ തന്നെ ബാബ പറയാണ് പകുതി പഴയതും പകുതി പുതിയതുമാണ്. സത്യയുഗ ത്രേത നയി ദുനിയ, ദ്വാപർ കലിയുഗ പുരാനി ദുനിയ. സത്യയുഗം ത്രേതായുഗം പുതിയ ലോകം, ദ്വാപര കലിയുഗം പഴയ ലോകം. ബാബ ഫിർസെ ദേവി ദുനിയാക്കി സ്ഥാപന കർണയായി. വീണ്ടും ബാബ വന്നിരിക്കുകയാണ് ദൈവിക ലോകത്തെ സ്ഥാപിക്കാൻ. തും ആത്മായും പൂരെ 84 ജന്മ ലേത്തെ ഹോ. നമ്മൾ ആത്മാക്കൾ പൂർണ്ണമായി 84 ജന്മങ്ങൾ എടുത്തു. ആത്മാ ഹി ഇൻ ഓർഗൻസ് ദ്വാര ബോൽത്തെ ഹേ ഔർ സുനത്തെ ഹേ. ആത്മാവാണ്, ഈ പാഠമാണ് ഉറപ്പിക്കേണ്ടത്. ആത്മാവാണ് ഈ ചെവി കൂടെ കേൾക്കുന്നത്, ആത്മാവാണ് ഈ നാവിലൂടെ പറയുന്നത്. അല്ലെ, കഴിഞ്ഞ ദിവസം ദാദിമാരുടെ ക്ലാസ്സിൽ എന്താണ്? അകത്തിരുന്ന് അച്ഛനെ പോലെ ആകണം, എന്നിട്ട് അച്ഛന്റെ കർത്തവ്യം ചെയ്യണം. അതാണ് ബാബയ്ക്ക് പ്രിയപ്പെട്ടെന്ന് പറയുന്നത്. അല്ലെ, ബാബയെ പോലെ ആയി സമാനവും സമീപവുമായി മാറണം. അപ്പൊ അത് അകത്തിരുന്ന് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആത്മാവാണ്, ആത്മാവാണ്, ആത്മാവ്. ബാബ പറയണു ആത്മാവാണ് കേൾക്കുന്നത്, ആത്മാവാണ് പറയുന്നത്. ഏക പുരാന ശരീർ ചോടിനായാലും ആത്മാവാണ് ഈ പഴയ ദേഹമേ മാറ്റിയിട്ട് പുതിയതെടുക്കുന്നത്. ആത്മാവോं को बाप ने यह ज्ञान दिया है कि हम बाबा के साथ पहले सीट में थे, फिर हम सो देवता ക്ഷത്രിയ വൈശ്യ ശൂദ്ര ബനെ. ആത്മാക്കൾക്ക് ബാബ ജ്ഞാനം നൽകി. നമ്മൾ ബാബയുടെ കൂടെ, ആര്? ആത്മാവ് ബാബയുടെ കൂടെ ആദ്യം
ആ മധുരമായ വീട്ടിലായിരുന്നു. അവിടെ നമ്മൾ ഇറങ്ങി വന്നു. നമ്മള് ദേവതകളായി, പിന്നെ ക്ഷത്രിയരായി, പിന്നെ വൈശ്യരായി, പിന്നെ ശൂദ്രരായി. അബ് ഹമാര യഹ് അന്തിം ദിൻ. ഇത് നമ്മുടെ ആത്മാക്കളുടെ അവസാന ജന്മമാണ്. ഹം ബ്രാഹ്മൺ സ്വർഗ വരസ അല്ലെ ദേവത ബനി. ഈ സമയത്ത് നമ്മൾ ബ്രാഹ്മണാത്മാക്കൾ നമ്മൾ ഭാവിയിൽ നിന്ന് പഠിച്ച് സ്വർഗത്തിന്റെ സ്വത്ത് എടുക്കും. അത്ര എളുപ്പം. നയ ശരീർ ധാരൺ കരി. എന്നിട്ട് നമ്മൾ പുതിയ ശരീരം എടുക്കും. യഹ് ചക്ര ബുദ്ധിമേ ഫിർന ചാഹി. ഈ ചക്രം എപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എന്ത് വരണം? സത്യയുഗം മനസ്സിൽ കൊണ്ടുവരണം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, സംഗമയുഗം, മഹാവിനാശം, മറക്കയാത്ര. എന്നിട്ട് വെള്ളം കുടിക്കും. എത്ര സെക്കൻഡ് വേണം? 1 സെക്കൻഡ്. എത്ര പ്രാവശ്യം വെള്ളം കുടിക്കും? പടപെടാതെ ഈ ചക്രം കറക്കും. ചക്രം കറക്കും. ബാബ പറയാണ് കുട്ടികളെ പവിത്രമായി ജീവിക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ ചക്രവർത്തിയാകാം. ഏക ബാത്ത് ഉനംകി ബുദ്ധിമേം ആയേഗി ജോ കൽപ്പ പഹലെ മുഹാക്കി പെനയോ. ബാബ പറഞ്ഞു എത്ര പറഞ്ഞാലും കഴിഞ്ഞ കൽപ്പത്തിൽ ആയവരുടെ തലയിൽ ഇത് തീർന്നു. നഹിം തോ ബുദ്ധിമേം ആയേഗി ഹി നഹി. അല്ലെങ്കിൽ ബാബ പറയുന്നതൊന്നും ബുദ്ധിയിൽ വരുത്തുപോലും. നമ്മൾ ഒരിക്കൽ ഇതൊക്കെ എത്ര എളുപ്പം. ആൾക്കാർക്ക് എന്താ മനസ്സിലാവുക? ഓരോ മനസ്സിലാവില്ല. കാരണം അവരുടെ ബുദ്ധിയിൽ സ്ഥാനമില്ല. വേൾഡ് കി ഹിസ്റ്ററി ജോഗ്രഫി സമച്ചിനെ. വേൾഡിന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമുക്ക് യുദ്ധം വരുമ്പോ പേടിയുണ്ടോ? 3-ാം ലോകയുദ്ധം ആയ നമുക്ക് പേടിയുണ്ട്. നമുക്കറിയാം ഇത് കഴിഞ്ഞ ചക്രം പൂർത്തിയാകണ്ടേ. ചക്രം പൂർത്തിയായിട്ട് പുതിയത് വരണം. അപ്പൊ കഴിഞ്ഞ കൽപ്പത്തിൽ നടന്നതാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം നടന്നിട്ടില്ലേ പണ്ട്? ഇല്ലേ? യുദ്ധം ഉണ്ടായിരിക്കുന്നു ഇല്ലേ? അത് കഴിഞ്ഞ കൽപ്പത്തിൽ നടന്നു. അത് തേർഡ് വേൾഡ് ആയിക്കോട്ടെ. ആയില്ലേ? ആവേണ്ട. എപ്പോ വേണം അത് നടക്കുന്ന പോലെ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഈ പഴയത് പോയിട്ട് അത് ഉറപ്പുണ്ട്. അത് ഉറപ്പ്. ഒന്നിനും ഉറപ്പില്ല. ഒന്നും ഉറപ്പില്ലാത്തൊരു കാലമാണ്. ദൈവം പഠിപ്പിച്ചാൽ പോലെ നമുക്ക് വിശ്വാസമില്ല. ബാബ പറയാണ് ഒയ്ത്തോ ജാൻകർ ബി പഠായി ചോടുന്നു. ചിലരിത് പഠിച്ച് ബാബറിന് പഠിത്തമേ വിട്ടു പോകും. സ്വർഗമേന്തോ ആയെങ്കിൽ പരന്തു യോഗിബൻ വികർമ്മ വിനാശി നഹി കിയപ്പ സജാ ഭോഗിനി പടേ. ബാബ പറയണം പഠിച്ച് തന്നെ വിട്ടു പോയാലും കുറച്ചുനാൾ പഠിച്ചല്ലോ സ്വർഗത്തിൽ വരും. പക്ഷെ യോഗിയായി വികർമ്മങ്ങൾ നശിപ്പിച്ച് ശിക്ഷ അനുഭവിക്കാണ്ടിരിക്കുക. അവർ അതൊന്നും പറ്റത്തില്ല. സ്വർഗമേം ആയെങ്കിൽ പരന്തു പ്രജാമേം ബി കമ്പത് പായെങ്കിൽ. സ്വർഗത്തിൽ വരും. പക്ഷെ പറഞ്ഞു പ്രജയിലും വളരെ ചെറിയൊരു നിസാര പദവി. സ്വർഗമേം പഹലെ പാവൻ മഹാരാജ മഹാറാണി ധേ വഹീഫുർ പതിത് രാജ റാണി ബനെ. സ്വർഗത്തിൽ ആദ്യം പാവന മഹാരാജ മഹാറാണി ആയിരുന്നവരാണ് പതിത രാജാവോ റാണിയായി. അബ് വഹബി രാജാ റാണി നഹി. ഇപ്പൊ ബാബർ അവർ രാജാവോ റാണിയല്ല. ഇതും നമ്മളെ പോലെ സാധാരണക്കാരാണ്. പക്ഷെ നമുക്ക് തന്നെ തോന്നും നമ്മൾ സാധാരണ. അപ്പൊ നമ്മൾ ദേവതകളായിരുന്നവര് ദ്വാപരത്തിലും രാജാക്കന്മാരായിരുന്നു. ഇരിക്കുന്ന നമ്മളൊക്കെ രാജാക്കന്മാരായിരുന്നു. ഇപ്പൊ നമ്മൾ വെറുതെ വോട്ടവകാശം പോലും അമ്പലത്തിൽ പോലും കമ്മിറ്റിയിൽ ഇല്ലാത്ത ആൾക്കാരായി. നമ്മുടെ അമ്പലമാണ് ഇതൊക്കെ. പക്ഷെ ഇപ്പൊ കമ്മിറ്റി പോലും നമ്മളില്ല. ഒരു അഭി ബാപ്പ് ദ്വാര പാവൻ രാജാറാണി ബന്റെ. വീണ്ടും നമ്മൾ ബാബയിലൂടെ പാവന രാജാറാണി ആകാണ്. ഏക ഈശ്വരീയ നോളജ് നിരാകാർ ബാപ്പ് ഹി പഠാത്തെ. ഈ ഈശ്വരീയ ജ്ഞാനം നിരാകാരനായ ബാബ മാത്രമാണ് പഠിപ്പിക്കുന്നത്. യഹ് സാകാർമേ ബ്രഹ്മാബി നിരാകാർ സേഹി സുൻഡഹ. ഈ സാകാരത്തിലെ ബ്രഹ്മാവും ആ നിരാകാരിൽ നിന്നാണ് കേൾക്കുന്നത്. നിരാകാർ ബാപ്പ് ബൈട്ട് പഠാത്തെ. നിരാകാരനായ ബാബ് ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ഇസ് ജ്ഞാനസേഹി മനുഷ്യസേ ദേവത ബനത്തേഹി. ഇസ് ബ്രഹ്മാക്കി ആത്മാവി പഠിത്തേഹി. ഈ ജ്ഞാനത്തിലൂടെയാണ് മനുഷ്യൻ ദേവതയാകുന്നത്. ബ്രഹ്മാവിന്റെ ആത്മാവും പഠിക്കാണ്. ബച്ചോംകി ആത്മാവി പഠിത്തേഹി. കുട്ടികളുടെ ആത്മാവും പഠിക്കാണ്. അച്ഛവ ഭൂരേ സംസ്കാർ ആത്മാമേ ഹി രഹത്തെ. നല്ലതും ചീത്തയുമായ സംസ്കാരം ആത്മാവിൽ തന്നെയാണ്. അച്ഛേ സംസ്കാർ ഹോങ്കേത്തോ അച്ഛേ ഗർമ്മ ജന്മലേഖി. നല്ല സംസ്കാരം ഉണ്ടെങ്കിൽ നല്ല വീട്ടിൽ പോയി പറക്കും. പഠിത്തേ ഒരു നോളജ് ബി ചോദിത്തേ. ബാബ പറയണം പഠിച്ച് അല്ലെ. ബാബ പറയുന്ന എല്ലാരെയും പഠിപ്പിക്കും. അവർ പഠിച്ച് എന്നെ തന്നെ വിട്ടു പോകാൻ. മായ അപ്പനി തരഫ് ഖീഞ്ചിലെത്തി. മായ പിടിച്ച് തന്റെ ഭാഗത്തേക്ക് പിടിച്ച് വലിക്കും. ഏക തരഫികെ രാവണക്ക് മത് ദൂസരി തരഫികെ രാമക്ക് മത്. ഒരു ഭാഗത്ത് രാവണന്റെ മതം, മറുഭാഗത്ത് രാമന്റെ മതം. ഈ അന്തിമ ജന്മമേ രാമക്ക് മത് പർ ചലനാഹി. ഈ അന്തിമ ജന്മത്തിൽ രാമന്റെ മതപ്രകാരം നടക്കണം. രാവണക്ക് ജീത്ത് ഹോനേസെ കബി ഉധർ ചലേ ജാത്തെ. എന്നാൽ രാവണൻ ജയിക്കുകയാണെങ്കിലോ അപ്പുറത്തേക്ക് പോകും. ഒരു രാമസെ ദുഷ്മൻ പിൻപടുത്ത്. പിന്നെ രാവനോട് ഒരു ശത്രു. നമ്മൾ ഇനി ബാബയെ വിട്ടു പോയാൽ പിന്നെ നമുക്ക് ബാബയോടും ബ്രഹ്മകുമാരീസ് ഒന്നും ശരിയല്ല. ബ്രഹ്മകുമാരീസ് ശരിയല്ല, മറ്റത് ശരിയല്ല, മറിച്ചത് ശരിയല്ല, ഭഗവാൻ ശരി, പിന്നെ ആരാ ശരി? ഞാൻ ശരി. ബാബ എന്നെക്കാളും എടുത്തു. അപ്പൊ ബാബ പറഞ്ഞു പിന്നെ രാമനാണ് അവന് ശത്രു. ഉൻകേലിയ സജ ബഡി ഗഡി. അവർ അവനെയും വച്ചിട്ടുണ്ട്. അവന് ശിക്ഷ ഇതിന് അടുത്തതാണ്. തുമ്നെ രാമക്ക് ശരൺ ലി तो अगर ट्रेटर बन रावण की शरण ली तो राम की निंदा करेंगी. നീ രാമന്റെ ശരണത്തിലായിരുന്നു, പിന്നെ നീ ചതിയനായിട്ട് രാവണന്റെ ശരണത്തിലേക്ക് പോയി, എന്നിട്ട് നീ രാമനെ നിന്ദിച്ചു. തുമാരി ബുദ്ധി മേ ഹേ കി ബരോബർ രാമരാജ് അവർ രാവൺ രാജ്യ കാ ഖേൽ ബനാ.
നമ്മുടെ ബുദ്ധിയിലുണ്ട്. ഇതെല്ലാം ഒരു കളിയാണ്. ഈ രാമരാജ്യവും രാവണ രാജ്യവും തമ്മിലൊരു കളി നടക്കാണ്, അങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. सतयुग सदो प्रधान, त्रेता सदो और द्वापर रजो, कलयुग तमो अभितम तमो प्रधान हो जाएंगे. ബാബ പറയുന്നത് സത്യയുഗം സദോ പ്രധാനം, ത്രേതായുഗം സദോ, പിന്നെ ദ്വാപരം രജോ, കലിയുഗം തമോ, കലിയുഗത്തിന്റെ അവസാനം തമോ പ്രധാനം. ഇപ്പോൾ വീണ്ടും നമ്മൾ സദോ പ്രധാനമാക്കാണ്. ബാബ ആക്കർ സദോ പ്രധാനം എന്നാണ്. ബാബ വന്നിട്ട് നമ്മളെ സദോ പ്രധാനമാക്കാണ്. ഒരു 16 കലാസെ 14 കലാമേമാൻ, പിന്നെ 16 കലയിൽ നിന്ന് 2 കല കുറയും, 14 കല. ഒരു രാവണ സംഘമേ കലായും കമ്പോത്തി. ദ്വാപരം വരുമ്പോൾ നമ്മൾ പ്രകൃതിയുമായിട്ട് ചെയ്യും, നമ്മുടെ കലകൾ കുറയും. അപ്പൊ ഈ കലിയുഗമേ കൊയ് കലാനായി, ഈ കലിയുഗത്തിൽ എന്താണ്, ഒരു കലയുമില്ല. സബ് കാത്തേഹം പതിത് ഭ്രഷ്ടാചാരി, എല്ലാവരും പറയാണ് നമ്മൾ പതിതരാണ്, ഭ്രഷ്ടാചാരികളാണ്. പതിത് ദുനിയാക്ക വിനാശ് ഹോനാഹി, പാവൻ ദുനിയാ സ്ഥാപന ഹോരഹി. പതിത് ലോകത്തിന്റെ വിനാശം നടക്കണം. ബാബ പറയുന്നു പാവന ലോകത്തിന്റെ സ്ഥാപനയും നടക്കും. വേഗത്ത് ബാബ് ബച്ചുംകോ ഞാൻ സക്തേ, പരിധിയില്ലാത്ത ബാബയ്ക്ക് കുട്ടികളെ അറിയാം. അഭിത്തും ഭഗവാൻ കെ ഘർമേം ബൈരെ, ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. തും ബ്രാഹ്മൺ ബ്രാഹ്മണീയം ഒരു ദേവത ബനേങ്കെ ഒരു ക്ഷത്രിയ വൈശ്യ ശൂദ്ര യഹ ചക്രഹി, നമ്മൾ ബ്രാഹ്മണ ബ്രാഹ്മണികൾ ദേവതകളായി മാറും, പിന്നെ ക്ഷത്രിയരായി വൈശ്യരായി ശൂദ്രരായി. ഇത് ചക്രമാണ്. ചക്രവർത്തിത്വം ബ്രാഹ്മൺ, ചക്രം തിരിക്കുന്ന ചക്രവർത്തികൾ നമ്മൾ ബ്രാഹ്മണരാണ്. രാജയോഗ സീഖ് ഞാൻ ധാരൺ കർണേസെ ചക്രവർത്തി രാജാറാണി ബനേങ്കെ, രാജയോഗം പഠിച്ച് ഞാൻ ധാരണ ചെയ്യുന്നതിലൂടെ ചക്രവർത്തി രാജാറാണിയായി മാറും. പുരുഷാർത്ഥക്കർ സ്വർഗമേ പൂഞ്ചുപത് പാനാൻ. അതുകൊണ്ട് ബാബ പറയുന്നത് പുരുഷാർത്ഥം ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പറയാണ്, നല്ല രീതിയിൽ പരിശ്രമിച്ച് സ്വർഗത്തിൽ കയറുന്ന പദവി നേടണം. അച്ഛ മീട്ടെ മീട്ടെ സിക്കിലിന്റെ ബച്ചോം പ്രതി മാതുപിതാ ബാപ് ദാദാ കാ യാദ് പ്യാർ മോർണിംഗ്. രുഹാനി ബാപ്പിക്ക് രുഹാനി ബച്ചോം കോ നമസ്തേ, രുഹാനി ബച്ചോം की രുഹാനി ബാപ് ദാദാ കോ യാദ് പ്യാർ ഗുഡ് മോർണിംഗ് അവർ നമസ്തേ. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ ഈ അന്തിമ ജന്മത്തിൽ രാമമതപ്രകാരം നടക്കും. ഈ അന്തിമ ജന്മത്തിൽ രാമമതപ്രകാരം ഒരിക്കലും രാമന്റെ ശരണം ഉപേക്ഷിച്ച് രാവണന്റെ ശരണത്തിൽ പോയി ബാബയെ നിന്ദിക്കരുത്. ഒരിക്കലും രാമന്റെ ശരണം ഉപേക്ഷിച്ച് രാവണന്റെ ശരണത്തിലേക്ക് പോയി ബാബയെ നിന്ദിക്കരുത്. ശിക്ഷകളിൽ നിന്നും മുക്തമാകുന്നതിന് വേണ്ടി യോഗിയായി മാറി വികർമ്മങ്ങളെ നശിപ്പിക്കണം. ശിക്ഷകളിൽ നിന്നും മുക്തമാകുന്നതിന് വേണ്ടി യോഗിയായി മാറി വികർമ്മങ്ങളെ നശിപ്പിക്കണം. പവിത്ര ദുനിയാമേൻ ചലനെ के लिए പവിത്ര ജരൂർ ബനനാ है. പവിത്രമായ ലോകത്തിലേക്ക് പോകുന്നതിന് തീർച്ചയായിട്ടും പവിത്രമാകും. പവിത്രമായ ലോകത്തിലേക്ക് പോകുന്നതിന് തീർച്ചയായിട്ടും പവിത്രമാകും. भरत बेहद के अधिकार को स्मृति में रख संपूर्णता की बधाइयां मनाने वाले മാസ്റ്റർ രചയിത ഭവ. പരിധിയില്ലാത്ത അധികാര സ്മൃതിയിൽ വച്ച് സമ്പൂർണതയുടെ ആഘോഷം നടത്തുന്ന മാസ്റ്റർ രചയിതാവായി ഭക്തി. പരിധി ഇല്ലാത്ത അധികാര സ്മൃതിയിൽ വച്ച് സമ്പൂർണതയുടെ ആഘോഷം നടത്തുന്ന മാസ്റ്റർ രചയിതാവായി ഭക്തി. അതിന്റെ വിശദീകരണമാണ് संगम युग पर आप बच्चों को वर्षा भी प्राप्त ही, पढ़ाई के आधार पर सोर्स ऑफ इनकम भी है और वरदान भी मिले हुए. സംഗം യുഗത്തിൽ കുട്ടികൾക്ക് പിതൃസ്വത്ത് ലഭിക്കും. പിതൃസ്വത്ത് അച്ഛൻ എന്ന രീതിയിൽ സ്വത്ത് ലഭിക്കും. ജ്ഞാനം, ഗുണങ്ങള്, ശക്തികൾ, അതാണ് സ്വത്ത്. പഠായി കെ ആധാർ पर സോഴ്സ് ഓഫ് ഇൻകം, പഠിത്തത്തിന്റെ ആധാരത്തിൽ സോഴ്സ് ഓഫ് ഇൻകം, ജീവൻ മുക്തി, 21 ജന്മത്തേക്കുള്ള ജീവൻ, അത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് പഠിപ്പിക്കാം. അതാണ് സന്തുലനത്തിന്റെ കലയാണ് പ്രധാനം. ആ പഠിത്തത്തിലൂടെ വരുമാനത്തിന്റെ സ്രോതസ് കിട്ടാണ്. അവർ വരദാൻ ബി മിലേ ഹുയി, ഗുരു എന്ന രീതിയിൽ എന്താണ് അനുഗ്രഹങ്ങളും കിട്ടും, വരദാനങ്ങളും കിട്ടും. तीनों ही संबंध से इस अधिकार को स्मृति में इमर्ज रखकर हर कदम, ഈ 3 സംബന്ധങ്ങളിൽ അധികാര സ്മൃതിയിൽ വെച്ച് നമുക്കതിന് അധികാരമുണ്ട് അല്ലെ. യാചിച്ച ആരും ദേവതയാണ്, അധികാരി ദേവത, നമുക്ക് അധികാരമുണ്ട് അച്ഛൻ. ഈ അധികാര സ്മൃതിയിൽ വെച്ച് അത് എമർജ് ആകും, അത് വച്ചുകൊണ്ടിരുന്ന പോകും. അധികാരം ഒരു പ്രകടമാകും ജീവിതത്തിൽ. എങ്ങനെ അങ്ങനെ ഓരോ ചോടും വയ്ക്കും. अभी समय प्रकृति और माया विदाई के लिए इंतजार कर रही है. सिर्फ आप मास्टर रचीता बच्चे संपूर्णता की बधाइयां मनाओ
വിതായി നില. ബാബ പറയാണ് ഇപ്പോൾ സമയവും പ്രകൃതിയും മായയും മൂന്നും വിട പറയാൻ നിൽക്കാം. സമയം മാറാൻ പോകാം, പ്രകൃതി സദോപ്രധാനമാകാൻ പോകാം, മായം മാറാൻ പോകാം, എല്ലാം കാത്തിരിക്കാം. അതുകൊണ്ട് മാസ്റ്റർ രചയിതാവായ കുട്ടികൾ സമ്പൂർണതയുടെ ആഘോഷം നടത്തി ഇതിനോടൊക്കെ വിട പറയും. നമ്മളുടെ സമ്പൂർണതയിൽ എത്താണെങ്കിൽ ഇതെല്ലാം വിട്ടുപോകും. ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. नॉलेज के आईने में देखोगी अगर इसी घड़ी विनाश हो जाए तो क्या बने. ജ്ഞാനത്തിന്റെ കണ്ണാടിയിൽ നോക്കുക, ഈ സമയത്ത് വിനാശം നടക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് പറ്റും? ഈ പറഞ്ഞ പോലെ പിതൃസ്വത്ത്, പിന്നെ പഠിത്തത്തിന്റെ സ്രോതസ്, വരുമാനത്തിന്റെ സ്രോതസ്, വരദാനം, ഇത് മൂന്നും ഞാൻ എത്രത്തോളം ആത്മാവിൽ നിറച്ചിട്ടുണ്ട്. ബാബ പറഞ്ഞു കണ്ണാടിയിലൊന്നും നോക്കുക, എന്നിട്ട് മാറ്റുക. ഇന്നത്തെ സ്ലോഗൻ ഹർ സമയ ഹർ കർമ്മമേ ബാലൻസ് രഖൂ तो सर्व की ब्लेसिंग स्वतः ही प्राप्त हो. ഏത് സമയത്തും ഏത് കർമ്മത്തിലും സന്തുലനം പാലിക്കും എങ്കിൽ എല്ലാവരുടെയും അനുഗ്രഹം താനേ പ്രാപ്തം. ഏത് സമയത്തും ഏത് കർമ്മത്തിലും സന്തുലനം പാലിക്കും. സന്തുലനം വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയതയുടെയും ഭൗതികതയും കർമ്മത്തിന്റെയും യോഗത്തിന്റെയും ഈ സന്തുലനം പാലിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ എല്ലാവരുടെ അനുഗ്രഹം. ഇപ്പൊ ബാബ നിങ്ങൾ ഗൃഹസ്ഥത്തിൽ ഇരിക്കുക, ഒരു സന്തുലനമാണ്. നമ്മൾ പറയാം നമ്മൾ ഗൃഹസ്ഥത്തിൽ ഇരിക്കില്ല, നമ്മൾ ബാബയുടെ കുട്ടിയെ ബാബയുടെ ഇതിൽ തന്നെ ഇരിക്കും. ബാബനപ്പൊ വീട്ടിലുള്ള അനുഗ്രഹം കിട്ടും. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാം, ബാബ എന്റെ അനുഗ്രഹം കിട്ടും, ബ്രാഹ്മണ പരിവാരത്തിന്റെ അനുഗ്രഹം കിട്ടും, വീട്ടിൽ തന്നെ പണി ചെയ്തോളൂ. ബാബ പറഞ്ഞു അപ്പൊ എന്റെ അനുഗ്രഹം കിട്ടില്ല, ബാബയുടെ തന്നെ പണി ചെയ്തോ, വീട്ടുകാർ നോക്കും, ബാബയുടെ അനുഗ്രഹം കിട്ടും. സന്തുലനം വേണം എല്ലാ കാര്യം. അപ്പൊ ഇന്ന് ബാബ നമ്മൾ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുന്നത് ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്നും മാറ്റി സുഖത്തിന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാനാണ്. പവിത്രമായ സ്ഥാനത്തെയാണ് ധാമം എന്ന് പറയുന്നത്. ഈ കളി രണ്ട് വാക്കുകളിലാണ്, സമ്പത്തും ശാപവും. ഈശ്വരൻ നമുക്ക് സമ്പത്ത് നൽകും, രാവണൻ നമുക്ക് ശാപം നൽകും. അരകൽപ്പത്തിന് ശേഷം രാവണൻ വന്ന് ശപിക്കും. ഇപ്പോൾ നമുക്ക് സ്മൃതി വന്നു, നമ്മൾ നിരാകാര ലോകത്തില് നമ്മൾ ആത്മഭാവത്തിൽ ഇരിക്കായിരുന്നു. പിന്നെ അവിടെ നമ്മൾ താഴേക്ക് വന്നു, നമ്മൾ വർണ്ണങ്ങളിൽ കൂടെ ദേവത, ക്ഷത്രിയ, വൈശ്യ. സത്യത്തിൽ ബാബ പറഞ്ഞു 8, ത്രേതായത്തിൽ 12, സംഗമത്തിൽ 1. അങ്ങനെ പുതിയ ലോകത്തിൽ പകുതിയും ബാക്കി പകുതി പഴയ ലോകത്തിലുമായി. പുതിയ ലോകത്തിൽ നമുക്ക് സുഖമായിരുന്നു, അവിടെ ദുഃഖത്തിന്റെ പേരില്ലായിരുന്നു. പഴയ ലോകത്തിൽ ദുഃഖമായിരിക്കും, പഴയ ലോകത്തിന്റെ അവസാനം കൊടിയ ദുഃഖങ്ങളായിരിക്കും. ഈ ദുഃഖങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബാബ നമുക്ക് സൃഷ്ടിയുടെ ആദിമധ്യാന്തത്തിന്റെ അറിവും പ്രകൃതി പുരുഷ ജ്ഞാനം, അടിസ്ഥാന ജ്ഞാനമാണ്, സാഖ്യജ്ഞാനം നൽകി നമ്മൾ ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കാം. ബാബറിന് ദേവതാധർമ്മത്തിൽപ്പെട്ടവർ മാത്രമേ ഇത് പഠിച്ച് ദേവതയാകും. ബ്രാഹ്മണരാകാതെ ദേവതയാകും. ബ്രാഹ്മണനെ രചിക്കാൻ ഭഗവാൻ നിരാകാരൻ ബ്രഹ്മാവിലും. പക്ഷെ ബ്രഹ്മാവല്ല പഠിപ്പിക്കുന്നത്, ബ്രഹ്മാവ് പഠിക്കാൻ. ബ്രഹ്മാവിലൂടെ നിരാകാരം പഠിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ബ്രാഹ്മണർ, എല്ലാവരും ബ്രഹ്മകുമാർ കുമാരിമാരും ബ്രഹ്മാവും അമ്മയും എല്ലാം പഠിപ്പിക്കുന്നത് ഒരു ശിവബാബ മാത്രം. ഈ സമയത്തിന്റെ പഠിത്തത്തിന്റെ ആധാരത്തിലായിരിക്കും നമ്മുടെ പദവി. ആരാണോ സ്ഥാപിക്കുന്നത് അവരായിരിക്കും പാലിക്കുന്നത്. ബ്രഹ്മാവിലൂടെ സ്ഥാപന, ശങ്കരരുടെ പഴയ ലോകത്തിന്റെ വിനാശം. ഇത് രണ്ടും കൽപ്പകൽപ്പങ്ങളിൽ നടന്നതാണ്. കൽപ്പത്തിന് മുമ്പ് ജ്ഞാനം എടുത്തവർ ഈ കൽപ്പത്തിൽ എടുക്കും, അല്ലാത്തവർക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ബാബ പറയാണ് രാമൻ നമ്മളെ അനുഗ്രഹിക്കുന്നു, രാവണൻ നമ്മളെ ശപിക്കുന്നു. അരകൽപ്പത്തിന് ശേഷം ഇത് വന്നേ മതിയാവൂ, ഇതൊരു കളിയാണ്. പക്ഷെ ഈ സമയത്ത് രാമന്റെ ശരണപ്പെട്ട് രാവണന്റെ ശരണത്തിലേക്ക് പോകുകയാണെങ്കിൽ ബാബ പറയണം അടി ഇതിൽ കൂടുതലായിരിക്കും, ശിക്ഷ ഇതിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് ബാബ പറയാണ് രാവണന്റെ ശരണത്തിലേക്ക് പോകാതെ ഈ അന്തിമ ജന്മത്തിൽ ബാബയുടെ ശ്രേഷ്ഠമായ ശ്രീമതം അനുസരിച്ച് നടന്ന് പവിത്രമാകാതെ പവിത്രമായ ലോകത്തിന്റെ അധികാരിയാണ്. ഇനി വിട്ടു പോകാണെങ്കിൽ ബാബ പറയണം പദവി കിട്ടും, പക്ഷെ ശിക്ഷയും കിട്ടും, വളരെ കുറഞ്ഞ പദവിയായിരിക്കും. അതുകൊണ്ട് ബാബ പറയുന്ന സംഗമത്തിൽ നമ്മൾ നല്ല പുരുഷാർത്ഥം ചെയ്ത് നമ്മൾ ഉയർന്ന പദവി നേടാനായിട്ട് ശ്രമിക്കുക, സമ്പൂർണ്ണ പവിത്രമാകുക, നിരന്തരമായി ബാബയെ ഓർമ്മിക്കുക. ഈ വർണ്ണത്തിന്റെ ചക്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കണം. ഈ വർണ്ണം ഭാരതത്തിലുള്ളൂ, ഈ വർണ്ണം ദേവതകൾക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി ആർക്കും ഇത് മനസ്സിലാകുകയില്ല. പകുതിക്ക് ശേഷമാണ് ഇസ്ലാമും ബൗദ്ധരെല്ലാം വരുന്നത്, മറ്റു രാജ്യങ്ങൾ വരുന്നത്. സത്യത്രേതായത്തിൽ ഏകഖണ്ഡമാണ്, ഏകധർമ്മമാണ്. പിന്നീടാണ് ദ്വൈതം വരുന്നത്. ദ്വൈതം വന്നപ്പോഴാണ് ദുഃഖങ്ങൾ ആരംഭിച്ചു. അശോകവാടിക, ശോകവാടിക. ദേവതകള് വാമഭാഗത്തേക്ക് പോയി. സീത ലക്ഷ്മണരേഖ ലഭിച്ചു. പാദവും അവയും വിലക്കപ്പെട്ട കനി കഴിച്ചു. ബാബ പറയണം എല്ലാവരും ദുഃഖത്തിൽ. ഈ കളിയെ കുറിച്ച് ഈ ലോകത്തിൽ ആർക്കും തന്നെ അറിയില്ല. ഞാൻ ആത്മാവാണെന്ന കാര്യവും ഇന്ന് ആർക്കും അറിയില്ല. ആത്മാവാണ് കേൾക്കുന്നത്, ആത്മാവാണ് പുനർജന്മങ്ങൾ എടുക്കുന്നത്, ആത്മാവാണ് എല്ലാം ചെയ്യുന്നത്, ആത്മാവാണ്. പക്ഷെ ഇന്ന് എല്ലാവരും ദേഹാഭിമാനത്തിലാണ്. ഈ ദേഹാഭിമാനം ദ്വാപരത്തിൽ വന്നു,
അതാണ് രാവണരാജ്യം. അവിടെ മുതൽ ഇരുട്ട് തുടങ്ങി, അവിടെ മുതൽ രാത്രിയുടെ അവസാനം ബാബ വരും നമ്മളെ സുഖത്തിലേക്ക്. ഈ ജ്ഞാനമാണ് നമ്മളെ സുഖത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ബാബ പറയണം, ഈ ജ്ഞാനം നമ്മള് ബാബയെ തള്ളിയിരിക്കുന്ന വിധിപൂർവ്വം നമ്മൾ പഠിച്ചു കൊടുക്കണം, നമ്മള് ഉയർന്നു. പിന്നെ ബാബ എന്താ പറഞ്ഞത്? നമ്മൾ 3 സംബന്ധങ്ങളിൽ അധികാരത്തിന്റെ സ്മൃതി എമർജാക്കി നമ്മൾ നമ്മുടെ സമ്പൂർണ്ണതയിലേക്ക് എത്തണം. ശ്ലോകനിൽ ബാബ എന്ത് പറഞ്ഞു? സദാസമയം എല്ലാ കർമ്മങ്ങളിലും നമ്മൾ സംതുലനം പാലിച്ചു പോകണം. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഗൃഹസ്ഥം ഉണ്ടെങ്കിൽ ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കുക, ബാബയുടെയും കാര്യം ചെയ്യുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ രണ്ടും ചെയ്യേണ്ടത് ഏത് ബോധത്തിലായിരിക്കണം? ആത്മബോധത്തിലായിരിക്കും. നാരായണന് ഞാനൊരു ആത്മാവാണ്, നാരായണന്റെ വേഷം കെട്ടി ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നല്ല ബോധം ഉണ്ടാവും. അപ്പൊ ആ ബോധമാണ് ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓം ശാന്തി. നാളെ ഭട്ടിയാണ് അല്ലെ? എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നാളെ ഭട്ടിയാണ്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഭട്ടിക്ക് വരിക. ഇന്ന് കുറച്ച് സേവനമുണ്ട്. സേവനത്തില് ഭാഗ്യം എടുക്കേണ്ടവര്, സന്തുലനം പാലിക്കേണ്ടവര് സേവനത്തിന് വരിക രാവിലെ. പിന്നെ നാളെ ഭട്ടിക്ക് എല്ലാവരും നിർബന്ധമായിട്ടും വന്നിരിക്കും. ശരി, നമുക്കൊരു മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം. तुमको निहारने को दिल ये चाहता है, प्रभु तुमको निहारने को दिल ये चाहता है, मन में उतारने को दिल ये चाहता है। तुम सामने हमारे, तुम साथ में हमारे, तुम सामने हमारे, तुम साथ में हमारे, तो भी पुकारने को दिल ये चाहता है, तुमको निहारने को दिल ये चाहता है, मन में उतारने को दिल ये चाहता है। ये ज्योति बिंदु प्यारा, क्या रूप है तुम्हारा, किरणों ने रूहों का रूप है संवारा, रूप है संवारा, किस्मत संवारा।